യാ നോ നോ ദാറ്റ് ഈസ് വൈ നോട്ട്. നമ്മൾ പണ്ടൊക്കെ സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗ് മിക്കവാറും തമാശയായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഡയലോഗാണ്. ഇപ്പം അതൊക്കെ മാറിയിട്ട് എ ആർ റഹ്മാൻ്റെ ഓ ഊ ആ മൈ മീൻ സോ ആ എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ ആയി അല്ലേ. പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയിലെ ഡയലോഗുകളൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാ 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 ഐ ആം ഓൺ ദ സീ, ഐ ആം ഇൻ ദ സീ അല്ലേ. അങ്ങനെയൊക്കെയുള്ള സിനിമാ ഡയലോഗുകൾ അല്ലേ. നമ്മുടെ ബിന്ദു പണിക്കർ ഈ പറഞ്ഞ പോലെ വളരെയധികം അല്ലേ ഐ ആം ഇൻ ദ സീ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമൊക്കെയാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് വരുന്നത് റഹീമിൻ്റെ മുഖമാണ് അല്ലേ. ഒരു ചമ്മിയ നാണംകെട്ട മുഖം. സത്യം പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് പോവുകയായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ മുഖ്യമന്ത്രിയായ സമയത്ത് വീട്ടിൽ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് ആളെ വെച്ച് ട്യൂഷൻ എടുത്ത് അദ്ദേഹം ഹിന്ദി പഠിച്ച കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കേട്ടുകേഴ്വിയാണ്. ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുമായിട്ടും അല്ലെങ്കിൽ അതുബന്ധിച്ച ആൾക്കാരുമായിട്ട് സംസാരിക്കേണ്ടി വരും എന്ന് പുള്ളിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അത് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് മനസ്സിലാകണമല്ലോ, അവരെന്താ പറയുന്നത് മനസ്സിലാവാനെങ്കിലും അത് അദ്ദേഹം പഠിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എ റഹ്മാനെ പോലുള്ളൊക്കെ ആൾക്കാർ വിദ്യാഭ്യാസ സമ്പന്നന്മാരായ ആൾക്കാർ എടുത്തു പറയണം. കാരണം LLB ഉണ്ട്, ഡിഗ്രി ഉണ്ട്, PhD ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നോ അങ്ങനെ എന്തോ പറയുന്നു അദ്ദേഹം ഇത്രയും പഠിച്ചത് മലയാളത്തിലാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യൻ ഇനിയെങ്കിലും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് ചോദിക്കുക. മലയാളികൾക്ക് തന്നെ നാണക്കേടാണ്. ഇപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും അറിഞ്ഞിരിക്കണം ഒരു കാര്യവുമില്ല. നമ്മളിപ്പം നമ്മുടെ നാട് വിട്ട് പുറത്തോട്ട് പോകുന്നില്ല. പക്ഷേ ഇവരുള്ളവർ അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഭയങ്കര ട്രോളുകൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരപ്പോഴെങ്കിലും പുള്ളിക്ക് സ്വയം ബോധം തോന്നി ഇതൊക്കെ പഠിക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ. ശരിക്കും ഇപ്പോൾ ഇത്രയും മലയാളികളെ മുഴുവൻ നാണം കെടുത്താൻ വേണ്ടി ഇപ്പോൾ പോയി ഇതുപോലൊരു സംഭവം നടത്തേണ്ട കാര്യമില്ല. പുള്ളി സംഭവിച്ചു, പുള്ളി അവിടെ പോയി സംസാരിച്ചു, പുള്ളിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് നമുക്കറിയില്ല. എന്നാലും ഇനി അറ്റ്ലീസ്റ്റ് അറിയില്ലെങ്കിൽ പുള്ളിയുടെ കൂട്ടത്തിൽ പുള്ളിക്ക് ഇതൊക്കെ തർജ്ജമ ചെയ്ത് തരാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു സഖാവിനെ, ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു സഖാവിനെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. എന്തായാലും പുള്ളി ഒറ്റയ്ക്ക് ചങ്കും പിരിച്ച് ഞാനങ്ങ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ചെല്ലുമൊന്നും അല്ലല്ലോ. അപ്പോൾ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും കൂടെ കൊണ്ടുപോയി ഈ നാണക്കേട് ഒഴിവാക്കേണ്ടതായിരുന്നു എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇനിയെങ്കിലും സഖാവെ പഠിച്ചില്ലെങ്കിൽ, സഖാക്കന്മാർ മാത്രമല്ല പല നേതാക്കന്മാരും എല്ലാ പാർട്ടികളിലും ഉള്ളവർക്ക് ഇതുപോലുള്ള അബദ്ധങ്ങളും ഒക്കെ പറ്റുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് അറിയാൻ ഇത്രയും ആലോചിക്കുക. 51 അക്ഷരം മലയാളത്തിലുണ്ട്, ചില്ലക്ഷരം കൂട്ടി 56 അക്ഷരമുണ്ട്. അതിന് പകുതിയേ വരുള്ളൂ ഇംഗ്ലീഷ്. അത് തന്നെ ഓർത്താൽ നമുക്ക് മനസ്സിലാക്കാം. മലയാള അക്ഷരം എല്ലാവരോടും എഴുതാൻ ചോദിച്ചാൽ ചിലപ്പം തെറ്റിയെന്നിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് അക്ഷരം അറിയാൻ മേലാത്തവർ കാണില്ല അല്ലേ. അപ്പോൾ അത്രയെങ്കിലും ചിന്തിച്ചപ്പോൾ അത്ര സിമ്പിളാണ് ഇംഗ്ലീഷ് പഠിക്കാൻ. അപ്പോൾ ഇനിയെങ്കിലും പോയി പഠിക്കുക. മനുഷ്യനെ നാണം കെടുത്തുനിന്ന് ഒഴിവാക്കുക, സ്വയം നാണം കെടുത്തുനിന്നും ഒഴിവാക്കുക. ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യണ്ടേ, സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.